ഹായ് ഗൈസ്. നാണം കെട്ടവന്റെ എവിടെയോ ഒരാല് മുളച്ചാൽ അതും അവനൊരു തണലാണെന്ന് പഴമക്കാർ പറയുന്ന പഴഞ്ചൊല്ല് ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് എവിടെയെങ്കിലും റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അതും വെറും യാദൃച്ഛികം മാത്രമാണെന്ന് ഓർമ്മപ്പെടുത്തുന്നു. ബിഗ് ബോസിലേക്ക് പോകുന്നു. അതിനുശേഷവും ആ ഫെയിം നിലനിർത്താൻ വേണ്ടി അല്ലെങ്കിൽ ആ ലൈം ലൈറ്റിൽ നിൽക്കാൻ വേണ്ടി എന്ത് കോപ്രായവും വൃത്തികേടുകളും ഉളുപ്പില്ലായ്മയും ചെയ്തു കൂട്ടുന്ന RJ ബിൻസിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. ലോകകപ്പ് ഒക്കെ നടക്കുന്ന സമയമാണല്ലോ. അതുകൊണ്ട് അതിന്റെ ഒരു ഫേമസ് ടീമായ ബ്രസീലിനെ റെപ്രസെന്റ് ചെയ്ത് വരുന്നു എന്നുള്ള വ്യാജേന ലുലു മാളിൽ എത്തിയിരിക്കുകയാണ് നമ്മുടെ ബിൻസി ചേച്ചി. ബിൻസി ചേച്ചിയുടെ ടീഷർട്ട് ഒന്ന് സൂക്ഷിച്ചു നോക്കിയാൽ ബിൻസി ചേച്ചിയുടെ വിവരമില്ലായ്മ നിങ്ങൾക്കും കൂടെ മനസ്സിലാവും. ബ്രസീൽ ടീമിനെ റെപ്രസെന്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞു വരുന്ന ആൾക്ക് ബ്രസീലിന്റെ സ്പെല്ലിംഗ് പോലും അറിയില്ല. ആ ടീഷർട്ടിൽ അടിച്ചു വെച്ചിരിക്കുന്ന എത്ര വൃത്തികെട്ട, എത്ര പൊട്ട തെറ്റായ സ്പെല്ലിംഗ് ആണ്. ഇസഡിന്റെ സ്ഥാനത്ത് എസ് ആണ് അടിച്ചു വെച്ചിരിക്കുന്നത്. നെയ്മർ ഇത് കണ്ട് ചങ്ക് പൊട്ടി തകരാതിരുന്നാ മതിയായിരുന്നു. ഞാൻ നമ്മുടെ ലുലുവിന്റെ ഫാഷൻ സ്റ്റോറിൽ പോയി എന്തെങ്കിലുമൊക്കെ വാങ്ങും, ഇത് അടിച്ചിടും. ഉറപ്പാണ്. എനിക്ക് തോന്നുന്നു നമ്മുടെ ഈ വന്ന ഇത്രയും പേരിൽ ആദ്യമായിട്ടാണ് ഒരാള് അടിച്ചിടും അല്ലെങ്കിൽ അതൊരു ഗോൾ ആക്കും എന്നുള്ള ഒരു പവറിൽ വന്നേ. ആ ജേഴ്സിയുടെ പവറാണോ? നമ്മുടെ നെയ്മറിന്റെ ആ ഒരു അറിയാലോ എനർജി എവിടെയെങ്കിലും ട്രാൻസെൻഡ് ചെയ്തെടുക്കുന്നതാണ്. ഒത്തിരി പ്രശ്നം കൊടുക്കുന്നില്ല പറഞ്ഞു. ഫുട്ബോളിനെ കുറിച്ച് ABCD അറിയില്ലെന്നുള്ളത് ഇത് കാണുമ്പോൾ തന്നെ അറിയാം. ആദ്യം കൈ കൊണ്ട് അറിയാൻ ശ്രമിക്കുന്നു, അത് പറ്റില്ല എന്ന് പറയുമ്പോൾ എന്നാ കാലും കൊണ്ട് അടിച്ചിട്ടേക്കാന്നുള്ള രീതിയിൽ 2-3 പ്രാവശ്യം പൊസിഷൻ മാറ്റി ഫുട്ബോൾ അടിക്കാനായിട്ട് ശ്രമിക്കുകയാണ്. പക്ഷേ വലയത്തിന്റെ അടുത്തോടെ പോലും ബിൻസി അടിച്ച ഗോൾ അഥവാ ബിൻസി അടിച്ച ഫുട്ബോൾ പാസ്സായില്ല എന്നുള്ളതാണ് നഗ്നമായ സത്യം. അറിയാൻ മേലാത്ത പണിക്ക് എന്തിനാണ് പോകുന്നത്? അതാണ് പറഞ്ഞത്. എങ്ങനെയൊക്കെ നാറിയാലും വേണ്ടില്ല, എങ്ങനെയൊക്കെ ആൾക്കാരെടുത്ത് ട്രോളിയാലും വേണ്ടില്ല, ലൈം ലൈറ്റിൽ നിൽക്കണം. 4 പേര് പൈസ തന്ന് എന്തെങ്കിലുമൊക്കെ ഉദ്ഘാടനത്തിനോ ഇതുപോലെയുള്ള പരിപാടിക്കോ ഒക്കെ വിളിക്കണം. അത്രയേ ഉള്ളൂ ലക്ഷ്യം. അതിന് മാനം ഒരു പ്രശ്നമല്ല, തൊലിക്കെട്ടി ഒരു പ്രശ്നമല്ല, ഉളുപ്പ് ഒരു പ്രശ്നമല്ല, ഇതൊന്നും അവർക്കൊരു പ്രശ്നമല്ല. പിന്നെ ലുലു മാളുകാർ കറക്റ്റ് ആളെയാണ് ഈ ഫുട്ബോൾ ലോകകപ്പ് നടക്കുന്ന സമയത്ത് ബ്രസീലിനെ റെപ്രസെന്റ് ചെയ്യാനായിട്ട് വിളിച്ചോണ്ട് വന്നിരിക്കുന്നത്. ചേച്ചിയുടെ ഫുട്ബോളിനെ കുറിച്ചുള്ള ജ്ഞാനം കേട്ടാൽ ഫുട്ബോൾ ഫാൻസ് നെഞ്ചത്തടിച്ച് കരയും. അർജന്റീന പറയാനേ അർജന്റീന റൊണാൾഡോ നമ്മുടെ ബ്രസീൽ. ഇത്ര അറിവുകളൊക്കെ എവിടുന്ന് കിട്ടിയത്? കേരള ബ്ലാസ്റ്റേഴ്സിന്റെ അത് കണ്ടപ്പോ പറഞ്ഞതാ. അങ്ങ് ക്യൂട്ട്നെസ് വാരി എറിയുമാണ് അങ്ങോട്ട്. നെയ്മർ ബ്രസീലിന്റെ അന്ന് ഇപ്പോൾ സ്റ്റേജിൽ വന്ന് കാണാതെ പഠിച്ച് പറഞ്ഞതുപോലെയല്ല. പെട്ടെന്ന് പണ്ടെന്ന് പറഞ്ഞാൽ 2-3 മാസങ്ങൾക്ക് മുമ്പ് നെയ്മർ ഏത് ടീമിലെയാന്ന് ചോദിച്ചപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിലെ ആണ്, അല്ലെങ്കിൽ റൊണാൾഡോ എവിടത്തെയാന്ന് ചോദിച്ചപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിലെ ആണെന്ന് പറയാൻ കാണിച്ച ആ മനസ്സ് നിങ്ങൾ ആരും കാണാതെ പോകരുത്. ഇത് ഒരുപക്ഷെ ഇനി അറിഞ്ഞു വെച്ചോണ്ട് കുറച്ച് ക്യൂട്ട്നെസ് വാരി വെതറാനായിട്ട് അല്ലെങ്കിൽ കുറച്ച് ട്രോളുകൾ വാങ്ങി കൂട്ടിയാലും എങ്ങനെയെങ്കിലും പ്രസിദ്ധിയാകാൻ വേണ്ടിയിട്ട് ചെയ്തു വെക്കുന്നതാണോ എന്നൊരു സംശയമുണ്ട്. എന്തായാലും കല്യാണത്തെ കുറിച്ച് ചോദിക്കുമ്പോൾ ഇനി വരാൻ പോകുന്ന അല്ലെങ്കിൽ ഭാവി വരനെ കുറിച്ച് ബിൻസിയുടെ കൺസെപ്റ്റ് കൂടി നമുക്കൊന്ന് കേൾക്കാം. എനിക്ക് 27 വയസ്സാണുള്ളത്. അപ്പൊ ഒരു 10-30 വയസ്സുള്ള ഒരു ചേട്ടനെ കിട്ടിയ സന്തോഷം. ഏജ് ഒന്നും എനിക്ക് പ്രശ്നമല്ല, ജോലിയൊന്നും എനിക്ക് പ്രശ്നമല്ല. ഞാൻ പൊന്നുപോലെ നോക്കിക്കോളാം. ജോലിക്ക് പോകാൻ മടിയുള്ള ആൾക്കാരാണെങ്കിൽ എനിക്ക് പ്രശ്നമില്ല. ഞാൻ ചെലവ് തരും, പക്ഷെ എന്നെ സ്നേഹിക്കണം, കെയർ തരണം. ഇത്രയും ക്വാളിഫിക്കേഷൻ ഒക്കെ ഉള്ള ആളുകൾക്ക് ബിൻസിയെ കല്യാണം കഴിക്കാനുള്ള ബയോഡേറ്റ അയക്കാവുന്നതാണ്. തെരഞ്ഞെടുക്കുന്ന ഒരാൾക്ക് ബിൻസിയെ സ്വന്തമാക്കാം. എന്തായാലും ആരായിരിക്കും ആ ഭാഗ്യശാലി? എനിക്ക് 27 വയസ്സാണ്. കെട്ടാൻ പോകുന്ന ചേട്ടന് 30 വയസ്സോ അതിനോ അപ്പുറമൊക്കെ ആയാലും പ്രശ്നമൊന്നുമില്ല. പ്രായം ഒരു പ്രശ്നമേ അല്ല. ജോലി ഇല്ലെങ്കിലും ഒരു പ്രശ്നമില്ല, വരുമാനം ഇല്ലെങ്കിലും പ്രശ്നമില്ല, ജോലിക്ക് പോകാൻ മടിയാണെങ്കിലും പ്രശ്നമൊന്നുമില്ല. ഞാൻ നോക്കിക്കോളാം, പൊന്നു പോലെ നോക്കിക്കോളാം. പക്ഷെ എന്നെ സ്നേഹിക്കണം, എന്നെ കെയർ ചെയ്യണം, എന്റെ കാർ ഓടിക്കണം. കാർ ഓടിക്കുമ്പോൾ ഞാൻ ഇങ്ങനെ കൈയൊക്കെ ചേർത്ത് പിടിച്ച് എന്റെ ഗർവിലിരിക്കും. സോ അത്രയ്ക്ക് എന്നെ സ്നേഹിക്കണം, എന്നെ കെയർ ചെയ്യണം. അങ്ങനെയൊക്കെയാണ് ഭാവി വരനെ കുറിച്ചിട്ടുള്ള ബിൻസിയുടെ കൺസെപ്റ്റ്. ഇപ്പോഴും ഇങ്ങനെയുള്ള പെണ്ണുങ്ങൾ ഉണ്ടോ എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. വിദ്യാഭ്യാസം ഒരു പ്രശ്നമല്ല, അല്ലെങ്കിൽ വിവരം ഒരു പ്രശ്നമല്ല, അതൊന്നും ഒരു യോഗ്യതയല്ല. യോഗ്യത എന്ന് പറയുന്നത് ബിൻസിനെ സ്നേഹിക്കണം, ബിൻസിനെ കെയർ ചെയ്യണം, ഒരു കെയറേട്ടായി ആയിരിക്കണം. അത്രയേ ഉള്ളൂ.
ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തൊരു പാർട്ണർ? എന്റെ അടുത്ത് നോ പറയാൻ പാടില്ല ഒന്നിനും. ഞാൻ എനിക്ക് ഇഷ്ടമുള്ളതൊക്കെ ചെയ്യും. ഞാൻ അവന് ഇഷ്ടമുള്ളത് ചെയ്തോട്ടെ, നോ പറയാൻ പാടില്ല. പിന്നെ അവിഹിതം വെച്ച് പൊറപ്പിക്കത്തില്ല ഞാൻ. അത്ര വേറെ പെൺകൊച്ചിന് ഇഷ്ടമാണെങ്കിൽ എന്റെ അടുത്തൊന്ന് പറയണം. മീൻസ് എനിക്ക് അവളെ ഇഷ്ടപ്പെട്ടു, ഞാൻ അവളോട് പോവാം, ഞാൻ നോക്കി പൊക്കോളൂ, നോ പ്രോബ്ലം. നോ പറയാൻ പാടില്ല, ഞാനും ഒന്നിനും നോ പറയില്ല, അവൻ ഇഷ്ടമുള്ളതൊക്കെ ചെയ്തോട്ടെ എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ അവിഹിതം പാടില്ലെന്നോ? ഈ നോ പറയാൻ പാടില്ല, അവൻ ഇഷ്ടമുള്ളതൊക്കെ ചെയ്തോട്ടെ എന്ന് വലിയ വീമ്പ് വർത്താനം പറയുമ്പോൾ അതിനകത്ത് അവിഹിതം ഉൾപ്പെടില്ലേ? അവൻ ഇഷ്ടമുള്ളത് എന്ത് ചെയ്യട്ടെ, ലഹരി ഉപയോഗിച്ചോട്ടെ, അവിഹിതം ചെയ്യട്ടെ, അല്ലെങ്കിൽ മദ്യപിച്ചോട്ടെ, സിഗരറ്റ് വലിച്ചോട്ടെ, ഇതിനൊന്നും നോ പറയില്ലല്ലോ. അങ്ങനെയല്ലേ ബിൻസി പറയുന്നത്. ബിൻസിയോടും നോ പറയാൻ വരില്ല, പ്രശ്നം തീർന്നില്ലേ? ഇതുപോലെ ഓൺലൈൻ മീഡിയക്കാരെ കാണുമ്പോൾ ക്യൂട്ട്നെസ് വാരി വിതറാൻ വേണ്ടിയിട്ടും അല്ലെങ്കിൽ നാട്ടുകാരെ പറ്റിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഭയങ്കര പുരോഗമന ചിന്താഗതിക്കാരിയാണെന്ന് പറയാൻ വേണ്ടിയിട്ടും പ്രായം ഒരു പ്രശ്നമല്ല, വരുമാനം ഒരു പ്രശ്നമല്ല, വിദ്യാഭ്യാസം ഒരു പ്രശ്നമല്ല എന്നൊക്കെ പറയുമ്പോൾ ആലോചിക്കണം. ഇതൊക്കെ മണ്ടത്തരമായിട്ട് ട്രോളുകളായിട്ട് ഇന്നല്ലെങ്കിൽ നാളെ സ്വന്തം നേരെ തന്നെ തിരിയുക. പിന്നെ വൈറലാവാൻ വേണ്ടിയിട്ടും എയറിൽ പോവാൻ വേണ്ടിയിട്ടും മനഃപൂർവ്വം ഇമാതിരിയുള്ള കോപ്രായങ്ങൾ പറഞ്ഞു വിടുമ്പോൾ അറിഞ്ഞോ അറിയാതെയോ ബിൻസി കുറച്ച് മുഖങ്ങളെ മറന്നു പോകുന്നു. ഞാൻ പരിചയപ്പെടുത്തി തരാം. പോലീസ് വേഷത്തിൽ നടന്നു വരുന്ന നമ്മുടെ ആറാട്ടണ്ണനെ മറന്നു പോകരുത്. ഏകദേശം 10-30 പ്രായമുള്ളൂ. 30 30ഒക്കെ കഴിഞ്ഞ് പുള്ളിക്ക് ജോലിക്ക് പോകാൻ വലിയ മനസ്സൊന്നുമില്ല, വരുമാനം പ്രത്യേകിച്ചൊന്നുമില്ല, പക്ഷെ നല്ല പോലെ സ്നേഹിക്കും. ഏത് പെണ്ണിനെ കണ്ടാലും സ്നേഹമാണ് പുള്ളിക്ക്. നിത്യ മേനോൻ തുടങ്ങി അങ്ങ് പിന്നീട് വന്ന നടിമാരോടൊക്കെ സ്നേഹമാണ്. അതുകൊണ്ട് സ്നേഹം വാരിക്കോരി തരും. ആറാട്ടണ്ണനെ വേണോ ബിൻസിക്ക്? ഇനി വിഷ്ണു കൊച്ചിക്കാരൻ എന്നും പറഞ്ഞു വേറൊരു മുതൽ ഇറങ്ങിയിട്ടുണ്ട്. അവിവാഹിതനാണ്, കല്യാണം കഴിച്ചിട്ടില്ല. ഇവരൊക്കെ അങ്ങോട്ട് വീട്ടിലോട്ട് ഇരച്ചു കയറി വരും കേട്ടോ. പിന്നെ ഇവര് മാത്രമല്ല, അലൻ ജോസ് പെരേനെ മറന്നു പോകരുത്. അദ്ദേഹവും കല്യാണം കഴിച്ചിട്ടില്ല, 10-25-28 വയസ്സെങ്ങാണ്ടേ ഉള്ളൂ. ജോലിക്ക് പോകാൻ താല്പര്യമില്ല, സ്നേഹമാണെങ്കിൽ ഇഷ്ടം പോലെ ഉണ്ട്. അപ്പൊ ഇവരൊക്കെ ഒരു വണ്ടി വിളിച്ചുകൊണ്ട് ബിൻസിയുടെ വീടിന്റെ മുമ്പിൽ നാളെ വന്ന് നിൽക്കാനുള്ള എല്ലാ സാധ്യതയും ഞാൻ കാണുന്നു. അതുകൊണ്ട് വൈറലാകാൻ വേണ്ടി ഇമാതിരിയുള്ള കോപ്രായങ്ങളും മണ്ടത്തരങ്ങളും ദയവ് ചെയ്ത് ഓൺലൈൻ മീഡിയക്കാരെ കാണുമ്പോൾ അങ്ങ് വിളിച്ചു പോവരുത്. ഇമാതിരിയുള്ള മണ്ടത്തരങ്ങൾ ഒരാൾ ചെയ്യുന്നത് സഹിക്കാം, ഇത് കുടുംബം മുഴുവൻ ഇങ്ങനെ തന്നെയാണ്. ഇവരുടെ അനിയത്തി ആയാലും ഇവരുടെ അമ്മയായാലും ഒക്കെ ഇതിനങ്ങ് സപ്പോർട്ടാണ്. എങ്ങനെയെങ്കിലും 2 മക്കളും ജോലി എടുക്കാതെ ഇമാതിരിയുള്ള സോഷ്യൽ മീഡിയ കൂടെ നെഗറ്റീവ് പബ്ലിസിറ്റി വഴി ആയാലും വൈറലായി ലൈം ലൈറ്റിൽ നിൽക്കണം. ആദ്യം അത് ബിൻസിക്കായിരുന്നു. ഇപ്പോൾ ബിൻസിയുടെ ഒരു പ്രേരണ കൊണ്ടോ അല്ലെങ്കിൽ ഇൻഫ്ലുവൻസ് കൊണ്ടോ അനിയത്തിയും അമ്മയും ഒക്കെ ഈ ഒരു രീതിയിലേക്ക് പയ്യെ മുമ്പോട്ട് വരുന്നുണ്ട്. വ്ലോഗിങ്ങോ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നോ ഒന്നും ഒരു തെറ്റല്ല. പക്ഷെ ഇമാതിരിയുള്ള വിടുവായുത്തരവും മണ്ടത്തരവും വിളിച്ചു പറയുന്നിടത്താണ് പ്രശ്നം വരുന്നത്. അപ്പോഴാണ് റിയാക്ട് ചെയ്യേണ്ടതായിട്ട് വരുന്നത്. ലോകകപ്പിനെ കുറിച്ചോ ടീമുകളെ കുറിച്ചോ ആ ടീമിൽ ഏതൊക്കെ ആൾക്കാരാണ് മെയിൻ ആയിട്ട് നിൽക്കുന്നതെന്നോ പോലും അറിയാതെ എംബാപ്പെ അല്ലെങ്കിൽ റൊണാൾഡോ ഒക്കെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആണ് അല്ലെങ്കിൽ ആ ടീമിലെ കളിക്കാരാണെന്ന് പോലും പറയാൻ കാണിച്ച മനസ്സുള്ള ബിൻസിയാണ് ഇതുപോലെയുള്ളൊരു ഫംഗ്ഷന് ലുലുവിൽ പോയി അറ്റൻഡ് ചെയ്യാൻ കാണിക്കുന്ന ആ ഒരു ധൈര്യം കാണിച്ചത്. എവിടുന്നാണെന്ന് ഈ തൊലിക്കെട്ടി എന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. ഇത് പണ്ട് വിവരമില്ലാത്ത കാലത്ത് ഫുട്ബോളിനെ കുറിച്ച് ചോദിച്ചപ്പോൾ പറഞ്ഞ കാര്യമല്ല കേട്ടോ. 1-2 മാസത്തിന് മുമ്പ് ഓൺലൈൻ മീഡിയയ്ക്ക് കൊടുത്ത ഒരു ബൈറ്റിൽ പറയുന്നതാണ് റൊണാൾഡോ കേരള ബ്ലാസ്റ്റേഴ്സിൽ നിന്ന് കളിക്കുന്ന ആളാണെന്ന്. ഭാഗ്യത്തിന് മറ്റേ സെലിബ്രിറ്റി ക്രിക്കറ്റ് ലീഗ് ഉണ്ടല്ലോ, മോഹൻലാലും മമ്മൂട്ടിയും ഒക്കെ ഉൾപ്പെടുന്ന സെലിബ്രിറ്റി ക്രിക്കറ്റ് ലീഗ്, അതിലെ കളിക്കാരാണ് മെസ്സിയും റൊണാൾഡോയും എംബാപ്പയും എന്നൊക്കെ പറയാത്തത് അവരുടെ ഭാഗ്യം. അതും കൂടെ കേട്ടായിരുന്നെങ്കിൽ കേരളത്തിലെ മലയാളികളായ ഫുട്ബോൾ പ്രേമികളുടെ മനസ്സ് തകർന്നടിഞ്ഞു പോയേനെ എന്റെ പൊന്നു ബിൻസി. അറ്റ്ലീസ്റ്റ് മിനിമം കോമൺ സെൻസും മിനിമം ജനറൽ നോളജും അല്ലെങ്കിൽ ചെയ്യുന്ന പരിപാടിനെ കുറിച്ച് ഒരു മിനിമം അറിവും ഇല്ലെങ്കിൽ ഒന്നെങ്കിൽ ഓൺലൈൻ മീഡിയക്കാരുടെ മുമ്പിൽ പോയി പെടാതിരിക്കുക, വാ തുറക്കാതിരിക്കുക. ഇല്ല, വാ തുറന്നേ പറ്റൂന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് എന്തെങ്കിലും ഒരു കാര്യം വായിച്ചിട്ട് വന്നിട്ട് അറിവ് നേടിയിട്ട് അതിനെക്കുറിച്ച് സംസാരിക്കുക. എന്തിനാണ് വെറുതെ ഏറി പോകാൻ വേണ്ടിയിട്ട് വാ തുറക്കുന്നത്? ഒരു വീടും വാടകയ്ക്കെടുത്ത് ശൂന്യാകാശത്ത് തന്നെ സ്ഥിരതാമസമാക്കുന്നതായിരിക്കും ബിൻസിക്ക് നല്ലത് എന്നാണ് എന്റെ വ്യക്തിപരമായ അഭിപ്രായം. ഇതുപോലെ കോമഡിയാക്കി പറഞ്ഞാലും ഇതിനു മുമ്പ് ബിൻസിനെ കുറിച്ച് പല ആരോപണങ്ങളും വന്നിട്ടുണ്ട്. എന്താ ഒരു ചെറിയ ഓൺലൈൻ ഇൻസ്റ്റഗ്രാം പേജിൽ നിന്നും ആഭരണങ്ങൾ അല്ലെങ്കിൽ ജ്വല്ലറി ഒക്കെ ചോദിച്ചു മേടിച്ചിട്ട് കൊളാബറേഷൻ തരാമെന്നും പറഞ്ഞ് 2-3 വർഷമായി പറ്റിച്ചിട്ട് അവരതിനെ കുറിച്ച് ഒരു വീഡിയോ ചെയ്തപ്പോൾ കുറച്ച് ആഭരണങ്ങളല്ലേ, അല്ലെ 200-300 രൂപയുടെ കുറച്ച് ജ്വല്ലറീസ് അല്ലേ, പറ്റിക്കാനായിരുന്നെങ്കിൽ ഞാൻ നല്ലത് മേടിച്ച് പറ്റിച്ചേനെന്നും പറഞ്ഞ് സ്റ്റോറി ഇട്ട, അങ്ങനെ പോലും ആൾക്കാരെ മനസ്സിനെ വേദനിപ്പിക്കുന്ന, തെറ്റ് ചെയ്താലും ന്യായീകരിക്കാൻ ശ്രമിക്കുന്ന നല്ല രീതിക്ക് ഈഗോ ഉള്ളൊരു പെൺകുട്ടി തന്നെയാണ് RJ ബിൻസി. അതുകൊണ്ട് ചളി മാത്രമല്ല, ഇവരുടെ കയ്യിൽ അത്യാവശ്യം കുശുമ്പും കുന്നായ്മയും പറ്റിക്കലും ഒക്കെ ഉണ്ട്. എന്തായാലും കഴിഞ്ഞു പോയതിനെ ഒന്നൊന്നായി കുത്തിയെടുക്കുന്നില്ല. പക്ഷെ ബ്രസീലിന്റെ സ്പെല്ലിംഗ് തെറ്റിച്ച ടീഷർട്ട് ഇട്ടതും അല്ലെങ്കിൽ നെയ്മറും എംബാപ്പയും ഒക്കെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ കളിക്കാരാണെന്ന് പറഞ്ഞതും ഒക്കെ കണ്ടപ്പോൾ ഇതിനെക്കുറിച്ച് 2 വാക്ക് സംസാരിക്കണമെന്ന് തോന്നി. അതുകൊണ്ട് വർത്തമാനം പറഞ്ഞു എന്ന് മാത്രം. ഞാൻ സംസാരിച്ചതും ഞാൻ പങ്കുവച്ചതും എന്റെ മാത്രം അഭിപ്രായങ്ങളും എന്റെ മാത്രം കാഴ്ചപ്പാടുകളുമാണ്. നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങളുടെ കാഴ്ചപ്പാടുകളും പങ്കുവെക്കാം നമ്മുടെ കമന്റ് സെക്ഷൻ. ബൈ.